നമസ്കാരം. കേരള മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ഏറ്റുപിടിച്ച് ബി.ജെ.പി. ഇന്ത്യ മുന്നണിക്കെതിരെ പ്രയോഗിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ കാണുന്നത് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മോദിയുടെ വാക്കുകൾ ആയുധമാക്കിക്കൊണ്ടിപ്പോൾ രംഗത്ത് എത്തിയിരിക്കുകയാണ് മറ്റുള്ളവരും. ഇപ്പോഴിതാ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഈ വിഷയത്തെ വീണ്ടും ആയുധമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറസ്റ്റ് ദിവസങ്ങൾക്കകം സംഭവിക്കുമെന്ന് തന്നെയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികളിൽ ഒന്ന് ഉടൻ തന്നെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുമെന്നായിരുന്നു അസം മുഖ്യമന്ത്രിയുടെ പ്രതികരണം തന്നെ. പിണറായിയുടെ അറസ്റ്റിനെ പിന്നീട് രാഹുൽ ഗാന്ധി പിന്തുണയ്ക്കരുത് എന്നുകൂടി ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നു. അദ്ദേഹം പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താറുണ്ട് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. എന്നാൽ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തിയതാണ് ഇപ്പോൾ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിൽ ധാരണയിലാണ് എന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാട് സംബന്ധിച്ച ചോദ്യത്തിനായിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഇത്തരത്തിലുള്ള വളരെ കൃത്യമായ മറുപടി. നേരത്തെ അരവിന്ദ് കെജ്രിവാളിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടത് രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു. പിന്നീട് കെജ്രിവാൾ അറസ്റ്റിലായപ്പോൾ ഈ രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു? ആ നിലപാട് മാറ്റി. മാത്രമല്ല അതേ കാര്യമാകും ഇപ്പോൾ ഇവിടെയും സംഭവിക്കാൻ പോകുക. പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? പിണറായി വിജയനെ അറസ്റ്റ് ചെയ്താൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന പിണറായി വിജയൻ അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുമോ എന്ന് രാഹുൽ ഗാന്ധി പറയേണ്ടതുണ്ട് എന്നും അസം മുഖ്യമന്ത്രി ചോദിക്കുകയാണ്. കേരളത്തിൽ ബി.ജെ.പി. അക്കൗണ്ട് തുറക്കുമെന്നുള്ള കാര്യത്തിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് ഹിമന്ത ബിശ്വ ശർമ്മ. നരേന്ദ്രമോദിയുടെ പരാമർശങ്ങൾ മുസ്ലിങ്ങൾക്കെതിരല്ല എന്നും രാജ്യത്തിൻ്റെ സമ്പത്ത് എല്ലാവർക്കും ഉള്ളത് കാണുമെന്നും ഒരു വിഭാഗത്തിന് മാത്രമുള്ളതല്ല എന്നും വർഗീയ പരാമർശം നടത്തിയത് കോൺഗ്രസ് ആണെന്നും നരേന്ദ്രമോദി അല്ല എന്ന് കൂടി അസം മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് മണിപ്പൂരിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നരേന്ദ്രമോദിക്കായിട്ട് അവർ വോട്ട് ചെയ്യുക തന്നെ ചെയ്യും. രാജ്യത്തിൻ്റെ ഭാവി ബി.ജെ.പിയിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേന്ദ്രത്തിൽ നിന്ന് വാങ്ങാനല്ല, രാജ്യത്തിന് നൽകാൻ കേരളം ശ്രമിക്കണമെന്ന് തന്നെയാണ് ഹിമന്ത ബിശ്വ ശർമ്മ ആവശ്യപ്പെടുന്നത്. ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത് മുതൽ തന്നെ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ഒക്കെ ലക്ഷ്യമിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾക്കെതിരെ കോൺഗ്രസ് കടുത്ത പ്രതിഷേധമായിട്ട് പലപ്പോഴും രംഗത്തെത്തിയിട്ടുണ്ട്. മോദിയെ പേരെടുത്ത് വിമർശിക്കുന്നതിൽ മതിയായ ജാഗ്രത മുഖ്യമന്ത്രി പുലർത്തിയെന്നാണ് കോൺഗ്രസ് അടക്കം പലപ്പോഴും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇവിടെ തിരുവനന്തപുരത്തെ യോഗത്തിൽ പിണറായിക്കും മകൾക്കുമെതിരായിട്ടുള്ള കേസുകളെക്കുറിച്ച് മോദി പരാമർശം നടത്തിയിട്ടും വേണ്ട രീതിയിൽ മുഖ്യമന്ത്രി പ്രതിരോധിച്ചില്ല എന്നുള്ള വിമർശനം ഉണ്ടാകുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് മോദിയെ വിമർശിക്കാതെ തന്നെ എന്തിനെതിരെയാണോ ലക്ഷ്യമിടുന്നത് അതിൽ കണ്ണൂരിലെ യോഗത്തിൽ രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചതും പിണറായിക്കെതിരെ തന്നെയാണ്. ബി.ജെ.പിയുമായി കേരളത്തിലെ ഇടതുമുന്നണിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യധാരണകൾ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് രാഹുൽ തൻ്റെ പ്രസംഗത്തിൽ ഉടനീളം ഉയർത്തിക്കാട്ടിയത് എന്നുള്ളതാണ്. ഇത് തെരഞ്ഞെടുപ്പിൽ ചർച്ചയായതോടുകൂടിയാണ് രാഹുലിനെതിരെ CPM നേതാക്കളടക്കം രംഗത്ത് വരികയും നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണ് എന്നുള്ള ചോദ്യവുമായിട്ട് LDF കൺവീനർ EP ജയരാജ് അടക്കം മുന്നോട്ടെത്തുകയും ചെയ്തു. രാഹുലിൻ്റെയും മോദിയുടെയും പരാമർശങ്ങൾ, പിണറായി നൽകിയ മറുപടികൾ, ഇവയൊക്കെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുലിൻ്റെ പ്രസംഗത്തിൻ്റെ തന്നെ അതിനകത്ത് പറയുന്ന കാര്യങ്ങളെന്ന് പറയപ്പെടുന്നത് എപ്പോഴും ബി.ജെ.പിക്കും RSSനുമെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് താനെന്നാണ് അദ്ദേഹം പറയുന്നത്. അവർ എന്നെ എന്ത് ചെയ്താലും പോരാട്ടം തുടരുക തന്നെ ചെയ്യും, എനിക്ക് അവരുമായി ആശയപരമായിട്ട് എതിർപ്പുണ്ട് എന്നും ബി.ജെ.പിയെ RSSനെയും എന്താണ് അസ്വസ്ഥപ്പെടുത്താൻ പോകുന്നത് എന്നും എല്ലാ ദിവസവും രാവിലെ ഞാൻ ഇതൊക്കെ ആലോചിച്ച് തന്നെയാണ് ഇത് പെരുമാറുന്നതെന്നും പാർലമെൻറ്റിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ബി.ജെ.പി. എംപിമാരെ തന്നെ നോക്കിയിട്ട് ഈ മനുഷ്യൻ 24 മണിക്കൂറും ഞങ്ങളെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് എന്ന് പറയുന്നുണ്ട് എന്നുകൂടി രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിക്കുന്നു. ഇതിന് തനിക്ക് കൊടുക്കേണ്ടി വന്നത് വലിയ വിലയാണ് എന്നും ബി.ജെ.പി. RSS മാധ്യമങ്ങളും ചാനലുകളും തന്നെ 24 മണിക്കൂറും അധിക്ഷേപിക്കുകയാണ് എന്നും രാജ്യത്ത് എൻ്റെ പ്രതിച്ഛായ, അതായത് രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അദാനിക്കെതിരെ പ്രസംഗിച്ചപ്പോൾ തന്നെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കുന്നു. ദിവസം 12 മണിക്കൂർ വീതം 55 മണിക്കൂർ തന്നെ ED ചോദ്യം ചെയ്യുന്നു. ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറത്താക്കുന്നു. ആ സമയത്തും താൻ സന്തോഷവാനായിരുന്നുവെന്നും അത്തരത്തിലെ കുളരുതാത്ത വീട് തനിക്ക് വേണ്ടെന്നൊക്കെ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ദശലക്ഷക്കണക്കിന് ആൾക്കാർ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെയും ഉത്തർപ്രദേശിലെയും ജനങ്ങളുടെ മനസ്സിൽ എന്താണ് രാഹുൽ ഗാന്ധി പറയുന്നത് എന്ന് ഇനിയും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. കേരളത്തിലുടനീളം അദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കുകയും ഏകദേശം 4000 കിലോമീറ്റർ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും രാഹുൽ ഗാന്ധി ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്, ഓർമ്മിപ്പിക്കപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്താണ് എന്നും കോൺഗ്രസ്സുകാർക്ക് പോലും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ഒരേ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയും രാഹുൽ ഗാന്ധിയും ഒക്കെ പരസ്പരം ഇങ്ങനെ ചെളിവാരി എറിയപ്പെടുന്ന തരത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടെന്ന് ഇവിടുത്തെ മലയാളികളടക്കം ചോദിച്ചു തുടങ്ങിയാൽ വയനാട്ടിൽ എങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കുവാൻ കഴിയുക, വിജയിക്കുവാൻ കഴിയുക എന്ന് കോൺഗ്രസ് അടക്കം ചിന്തിക്കേണ്ടതല്ലേ? EDയെയും CBIയെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള അദ്ദേഹം എന്തുകൊണ്ടാണ് പിണറായിയെ ചോദ്യം ചെയ്യാത്തത് എന്ന് പറഞ്ഞുകൊണ്ടുവരുന്ന വാർത്തകൾ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടി വരില്ലേ? ഇങ്ങനെ രാവും പകലും BJPയെ കടന്നാക്രമിക്കുകയും
എന്നാൽ കേരള മുഖ്യമന്ത്രി രാവും പകലും തന്നെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നുവെന്ന് പറയുന്ന രാഹുൽ ഗാന്ധി എന്തിനാണ് ഒരേ തൂവൽ പക്ഷികളായി മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിക്കേണ്ടി വരില്ലേ? കേരള മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്താൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതുപോലെ വീണ്ടും വന്നിട്ട് ഈ പിണറായി വിജയന് വേണ്ടി ബാധിക്കുവാനായിട്ട് വക്കാലത്തെടുത്തുകൊണ്ട് ഇതേ രാഹുൽ ഗാന്ധി തന്നെ വീണ്ടും മുന്നിലെത്തില്ലേ എന്ന് കേരള സമൂഹം ചോദിച്ചാൽ അതിനുള്ള മറുപടി കൂടി പറയേണ്ടി വരും രാഹുൽ ഗാന്ധി എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല കോൺഗ്രസ്സുകാർ പലതായി ചിതറിപ്പോകുന്ന തരത്തിലേക്കാകും താങ്കളുടെ പ്രസംഗം എന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ. താങ്കളെ കോൺഗ്രസ്സുകാർ കൂടി വെറുപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് താങ്കൾ കടന്നു പോകുന്നത് എന്നുകൂടി പറയേണ്ടി വരും. ഇവിടെ പിണറായി വിജയനെയും ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അടക്കം നിങ്ങളിങ്ങനെ അധിക്ഷേപിക്കുമ്പോഴും ആക്ഷേപിക്കുമ്പോഴുമൊക്കെ താങ്കളൊരു കാര്യം മനസ്സിലാക്കുക. രാഹുൽ പറഞ്ഞ കാര്യങ്ങൾക്ക് അത് പിണറായി മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് BJP ആക്ഷേപിക്കുന്ന പേര് ഓർമ്മപ്പെടുത്തിയാണ് രാഹുൽ ഗാന്ധി പലപ്പോഴും ആ ചോദ്യങ്ങളിൽ നിന്ന് പിന്മാറുന്നത് എന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മുഖ്യമന്ത്രി എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയ രാഹുലിനോട് താങ്കളുടെ പഴയ പേര് ആവർത്തിക്കുവാൻ ഇടവരുത്തരുത് എന്നുള്ള തരത്തിലുള്ള തരംതാണ പ്രകടനവും ഇതേ പിണറായി ഇവിടെ പരിഹസിക്കുകയുണ്ടായി. രാഹുൽ ഗാന്ധിക്ക് നേരെ നിങ്ങൾക്കൊരു പേരുണ്ട്, അതിൽ നിന്ന് മാറിയിട്ടില്ല എന്ന അവസ്ഥ ഉണ്ടാക്കരുത് എന്നും അത് നല്ലതല്ല, യാത്ര നടത്തിയപ്പോൾ കുറച്ച് മാറ്റം വന്നു എന്നുമാണ് കരുതിയതെന്നൊക്കെ പരിഹാസ രൂപേണ പറയുന്ന പിണറായി വിജയൻ്റെ നിലവാര തകർച്ചയും നമുക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ കൊണ്ടും കൊടുത്തും വാങ്ങിയുമൊക്കെ മുന്നോട്ട് പോകുന്ന കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെയും രാഹുൽ ഗാന്ധിയെയും തരംതാണ പ്രസ്താവനകളിലൂടെ കാണേണ്ടി വന്ന മലയാളികൾക്ക്, പ്രബുദ്ധ മലയാളികൾക്ക് മാറ്റി ചിന്തിക്കേണ്ടി വരില്ലേ? മാറി ചിന്തിക്കുക തന്നെ ചെയ്യും. കേരള മുഖ്യമന്ത്രിക്ക് കൊമ്പുണ്ടോ എന്നുള്ള ചോദ്യം ഇവിടുത്തെ മലയാളികൾ ചോദിച്ചു തുടങ്ങും. രാഹുൽ ഗാന്ധിക്ക് എന്താ കൊമ്പുണ്ടോ എന്ന് ഇവിടുത്തെ മലയാളികൾ, വയനാട്ടുകാർ തന്നെ ചോദിച്ചു തുടങ്ങും. അങ്ങനെ വരുമ്പോൾ വയനാട്ടിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും കേരളത്തിൽ അങ്ങോളം മുഖ്യമന്ത്രിയും തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ തന്നെയാണ് വരുന്നത്. കേരളം വരും ദിനങ്ങളിൽ BJP ഭരിക്കുമെന്നുള്ളതിൻ്റെ സൂചനകൾ കൂടിയാണ് ലഭിക്കുന്നത് എന്ന് ഓർക്കുക മുഖ്യമന്ത്രിയും ഇതേ രാഹുൽ ഗാന്ധിയും. നിങ്ങളുടെ രണ്ടുപേരുടെയും തമ്മിൽ തല്ലുകൊണ്ട് തന്നെ ഈ സംസ്ഥാനത്ത് കൂടി കാവിക്കളർ അല്ലെങ്കിൽ കാവിപ്പട ഇടം പിടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ കാവി നിറം പടർന്നു പിടിക്കുവാനുള്ള സമയം സമാഗതമായിരിക്കുന്നു കേരളത്തിൽ കൂടി. ദക്ഷിണേന്ത്യയിൽ ഒരു തേരോട്ടം നടത്തുവാൻ മോദിയുടെ BJPയും തയ്യാറാകുമ്പോൾ നിങ്ങൾ ഇപ്പോഴേ പരാജയം സമ്മതിച്ച് അവർക്ക് വേണ്ടി ചുവന്ന പരവതാനി വിരിച്ചു കൊടുക്കുകയാണ് രാഹുൽ ഗാന്ധിയും പിണറായി വിജയനുമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല.